ഇന്ന് നമ്മൾ ഫ്രാൻസിലെ ഭയങ്കര വെറൈറ്റി ആയിട്ടൊരു ഡിഷാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇപ്പൊ നീ ഓർഡർ ചെയ്ത്? ഒച്ചിനെയാണ്, സ്നെയിലാണ് തിന്നാൻ പോകുന്നത്. ജീവനുണ്ട് തോന്നുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ആൻഡ് യു വാച്ചിങ് ദിസ് സീരീസ്. അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ വെറൈറ്റി സാധനം ട്രൈ ചെയ്യാൻ എൻ്റെ കൂടെ വേറെ വലിയൊരാളുണ്ട്. ഇന്ന് നമ്മൾ ഫ്രാൻസിലെ ഭയങ്കര വെറൈറ്റി ആയിട്ടൊരു ഡിഷാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈവൻ ഫ്രാൻസിലായിട്ട് പോലും ഇതുവരെ ആ ഡിഷ് ട്രൈ ചെയ്തിട്ടില്ല. ഞാനാണ് അവനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തോടാ എന്തോ ഞാൻ കാരണം ഇനിയിപ്പോൾ അവൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സൽമാൻ, നീ എക്സൈറ്റഡ് ആണോ? വളരെയധികം എക്സൈറ്റഡ്. നീ എന്താ ട്രൈ ചെയ്യാൻ പോണത്? നമ്മൾ ഇന്ന് ഒച്ചിനെയാണ്, സ്നെയിലാണ് തിന്നാൻ പോകുന്നത്. എൻ്റെ ചേച്ചി, ഞാൻ ഓരോ കൺട്രീസിൽ പോകുമ്പോഴും അവൾ ഇവിടുത്തെ മെയിൻ ഫുഡ് ഏതൊക്കെയാന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരും. എൻ്റെ ചേച്ചി സെർച്ച് ചെയ്തിട്ട് അവളാണ് എന്നോട് പറഞ്ഞത്, എടീ അവിടെ ഏറ്റവും മെയിൻ സ്നെയിലാണ്, പോയി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ചേച്ചീൻ്റെ സജഷൻ പ്രകാരം നമ്മളത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഇന്നലെ ഒരു ഹോട്ടലിൽ കയറി, അപ്പോൾ നോക്കുന്നത് അതിൻ്റെ മെനുവിൽ 6 സ്നെയിൽന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഉറപ്പിച്ചു ഞാൻ ഇവിടെ തന്നെ നാളെ വന്ന് 6 സ്നെയിൽ കഴിക്കാൻ. നമ്മളിപ്പോൾ ആ ഹോട്ടലിലേക്കാണ് നടക്കുന്നത്. അവിടുത്തെ ഫുഡൊക്കെ ആക്ച്വലി നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്നെയിലും അത്യാവശ്യം നല്ല ടേസ്റ്റിൽ അവർ പൊരിച്ചു തരുന്നു. നീ സ്നെയിൽ ഫ്രൈ ആണോ, സ്നെയിൽ റോസ്റ്റ് ആണോ, സ്നെയിൽ ഗ്രിൽഡ് ആണോ, എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ കുക്ക്ഡ് ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ ഇവര് റോ മീറ്റ് തരാം, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ 6 സ്നെയിലാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. സൽമാൻ നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് സൽമാൻ പറഞ്ഞു സൽമാൻ 4 കഴിക്കാൻ, എനിക്ക് 2 തരുള്ളൂ എന്ന്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ അവിടെ എത്തും. ഗൈസ്, ഇവിടെ കറക്റ്റ് സ്ഥലത്ത് വന്നിരുന്നു. സൽമാൻ എന്താ തുണിയൊക്കെ ഉരുന്നു സ്നെയിൽ. അപ്പം സ്നെയിൽ ഗൈസ്, ഇന്ന് ഫിഷ് ഗ്രില്ലൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ലാവിഷ് ആക്കാം അല്ലേ ഗൈസ്? ആ ചേച്ചി നമുക്ക് മെനു കൊണ്ട് തന്നു. 6 സ്നെയിൽസ് ഓർ സാലഡ് ഓഫ് ഗിസാർഡ്സ്. എന്താണ് ഈ ഗിസാർഡ്സ്? ഞാൻ എക്സൈറ്റഡ് ആണ് സ്നെയിൽ കഴിക്കാൻ. കാരണം സ്നെയിൽ മാത്രം കഴിച്ചാൽ വയറൊന്നറിയില്ല. കാരണം സ്നെയിൽ ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. Pizza chicken? Pizza chicken. Coca, madam? എന്താണ് ഇപ്പൊ നീ ഓർഡർ ചെയ്ത്? ഒരു പിസ്സ, പിന്നെ 6 ഒച്ച് സ്നെയിൽ, 6 സ്നെയിൽ, പിന്നെ ഈ സ്പാഗറ്റി. ഇന്നത്തെ മെനു സ്പെഷ്യൽ. ഏത് ട്രൈ ചെയ്യാൻ നീ ഏറ്റവും എക്സൈറ്റഡ്? ഗൈസ്, എനിക്ക് മറ്റേ ഇൻസെക്ടിന്റെ സീനിലുണ്ട്. എനിക്കിത് കണ്ടാൽ തലറങ്ങലും ചെയ്യും. എന്നിട്ട് എന്നെ പിടിച്ച് ഒച്ചിനെ തിന്നിപ്പിക്കുന്നത്. ഗൈസ്, ദിസ് ഈസ് ടു മച്ച്. സൽമാന് ഇൻസെക്ട്സ് പേടിയാണ്, എട്ടുകാലി കണ്ടാവും പേടിച്ചോട്ടം. പക്ഷെ അതിന്ന് മാറ്റണം. നമുക്ക് നമ്മുടെ ഫിയേഴ്സൊക്കെ ഓവർകം ചെയ്യണം. നമ്മുടെ ഫിയേഴ്സ് ഓവർകം ചെയ്യാൻ സഹായിക്കുന്നതാണ് നല്ല ട്രൂ ഫ്രണ്ട്സ്. ഫേക്ക് ഫ്രണ്ട്സ് ഉള്ള വേൾഡിൽ നിനക്ക് എന്നെ കൊണ്ട് ട്രൂ ഫ്രണ്ടിനെ കിട്ടി. ഫേക്ക് ഫ്രണ്ട്സ് എക്സിസ്റ്റ്. അങ്ങനെ ഞാൻ ഇവിടെ നിന്നാണ് പഠിച്ചത്. അപ്പോൾ സ്നെയിൽ വന്നാൽ കാണാൻ ഞാൻ ரொம்ப എക്സൈറ്റഡ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഒരാളെ പേടിച്ചിരിക്കുമ്പോൾ അയാളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജീവനുണ്ട് തോന്നുന്നു. ജീവനൊന്നുമില്ല, എൻ്റെ ഉള്ളിലാണ് ഒച്ച്. പിന്നെ ഒച്ചിൻ്റെ കൂടെ യമ്മി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡും തന്നിട്ടുണ്ട്. ബ്രെഡും ഒച്ചും ഇന്നത്തെ ഡിന്നർ. ഗൈസ്, ഞങ്ങൾ ഒച്ചിനെ പറ്റി നോക്കിയപ്പം ഇവിടുത്തെ ഒരു കൾച്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലത്തെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ് ഈ ഒച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിക്കാൻ എക്സൈറ്റഡ് ആണ്. ഇവിടെ സൽമാൻ കിടന്ന് പേടിച്ച് പറക്കുന്ന കാണുമ്പോൾ ഞാൻ അതിൽ എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ വരണം കുസുകുസുക സാധനം. എടാ, പച്ച ചീര ഇല പോലെ ഉള്ളൂ, തിന്ന്. ഒച്ച വന്നു. ജീവനുണ്ട് ഇനി? ഇല്ല, ജീവനൊന്നും ഇല്ല.
നീ ആദ്യം തിന്നാണ്. ഇല്ല നീ കഴിക്ക്. ഇപ്പൊ ഇത്ര അടുത്തില്ല സൽമ, നീ കഴിക്കുന്നതിന് കൊണ്ട് പറ്റും. റബ്ബർ ഷീറ്റ് പോലെയുണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഒച്ചാന്ന് വിചാരിക്കണമെന്നായി. ഇതുപോലെയുണ്ട് മറ്റേ കൂന്തളും. ഒരു മിനിറ്റ്, സീനൊന്നുമില്ല. ഇവിടുന്ന് ഇറങ്ങാനൊരു ബുദ്ധിമുട്ട് ഇല്ല. സീൻ കൊള്ളേതല്ല. ഇന്ന് തിന്ന് ഗൈസ്, ഞാനൊന്നേ തിന്നുള്ളൂ, ബാക്കി 5 ഇവിടെ ഓർഡർ ചെയ്തേ. ഗൈസ് ഇപ്പൊ സൽമാൻ ഈ സാധനം നല്ല ഇഷ്ടപ്പെട്ടു. അവനത് മൊത്തം തിന്നു. ഇത് കൊള്ളാന്നും പറഞ്ഞിരിക്കുന്നു അപ്പുറത്ത്. ഹൈ ഗാർലിക് ഫ്ലേവർ. എനിക്ക് ആക്ച്വലി ഗാർലിക് അത്ര ഇഷ്ടമില്ല. ഞാൻ ട്രൈ ചെയ്യട്ടെ. എനിക്ക് സൽമാനെ പേടിപ്പിക്കാനായിരുന്നു എക്സൈറ്റ്മെൻറ്റ്. സൽമാൻ പേടിയില്ലാണ്ടായപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോയിട്ടോ. കുറച്ച് ജെൽ സാധനം പോലെ അല്ലേ? ആ പുറത്തേക്ക് 1 2 3. പക്ഷെ വലിയ കുഴപ്പമില്ല. പോണോ, നിനക്ക് ഒട്ടും ഇഷ്ടമായില്ലേ? ഇത് ഒച്ചാണെന്ന് അറിയുന്നില്ല. ഒച്ചാണെന്ന് അറിയാൻ നമുക്ക് ഒച്ചത്തെ മുന്നേ തിന്നിട്ടില്ലല്ലോ. ആക്ച്വലി ഒച്ച കുഴപ്പമൊന്നുമില്ല. എന്തൊരു ചവർപ്പുണ്ട് ഇവിടെ. അത് ഇതിന്റെ ചവർപ്പാ, ഗ്രീൻ സാധനത്തിന്റെ ഒരു പച്ചയില. ആ പിന്നെ ഇറച്ചിയാന്ന് വെച്ചിട്ട് ആക്ച്വലി ഒച്ച കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ബോക്സിലാക്കി കൊണ്ടുവരും. അപ്പം ഇവരോട് ചോദിച്ചാൽ യെസ്, കൊള്ളാം. ബാക്കി 4 അവൻ കഴിക്കും. നിങ്ങളെന്താ ഡയറക്റ്റ് കണ്ടത്തിൽ പോവാ, എന്നെ പോകുന്ന ഒച്ചിനെ പിടിക്കുക, ഫ്രൈ ആക്കുക, തിന്നുക. ഇവിടുത്തെ ആൾക്കാർക്ക് പ്രാന്താ. ഇത് ബോയിൽ ചെയ്തിട്ട് ആ ഗാർലിക് സോസിൽ മിക്സ് ചെയ്ത് ആ ചട്നിയിലിട്ട് തരണം. അത്രേ ഉള്ളൂ. ജസ്റ്റ് ബോയിൽ മാത്രം, ഉപ്പിട്ടിട്ട്. അതാണ് തോന്നുന്നത്. അതാണ് ഷെല്ലിൻ്റെ കളർ മാറിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദാറ്റ്സ് തേജ തഗു ഹിയർ. ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ് ഒച്ചിനെ കഴിച്ചു. ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ ഒന്നുമില്ല. ഇത് ടേസ്റ്റാണ്. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇൻസെക്റ്റൊക്കെ തിന്നാൽ പ്രശ്നമാണെന്ന്. യമ്മി. വാവ്. ഒരു ഉപ്പ് രസവും കൂടെ വന്നപ്പോൾ സൂപ്പർ. അടുത്തുള്ള ട്രിപ്പ് വിയറ്റ്നാമിലേക്ക് പട്ടിയിറച്ചി തിന്നായിരുന്നു. So guys, thanks for watching this video. അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ നിങ്ങളും ഇതുപോലെ വിയേർഡ് ആയിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു പെടുന്നെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Bye.